2-3 ദിവസമായിട്ട് നല്ല മഴയാണല്ലേ. ഞങ്ങളിതിപ്പോൾ സൺഡേ ഈവനിങ്ങിൽ ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാട്ടോ. വേറെ ഒരുത്തിലേക്കല്ല, കടയിലേക്ക് പോകണം, കുറച്ച് പലചരക്ക് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അച്ഛനും കൊണ്ടൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വെച്ചിട്ടോ. ഇപ്പോൾ മഴയൊന്നുമില്ല, അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിക്കുക, അച്ഛൻ എവിടേക്കാണ് പോണേന്ന്. അപ്പോൾ അവൾ പറയാം അംഗനവാടി പോവാന്ന്. ഇങ്ങോട്ട് പോണേ അങ്കവാടിയിലല്ല പോണത്, കടയിലേക്കല്ല പോണത് അച്ചു. അവളിങ്ങനെ കുറുമ്പ് കാട്ടുമ്പോൾ ഞാനിങ്ങനെ പറയൂട്ടാ അംഗനവാടി കൊണ്ടാകാമെന്ന്. അപ്പോൾ അത് വെച്ചിട്ടാണ് ആ ഓർമ്മയിലാന്ന് തോന്നുന്നുണ്ട് ആൾ പറയണത് അംഗനവാടി പോവാന്ന്. അപ്പോൾ ഞങ്ങളിതേ പോണ വഴിയിൽ റോഡ് സൈഡിൽ ഇങ്ങനെ മുട്ടപ്പഴം എന്നൊക്കെ പറയും, ഇവിടെ ഒരു മഞ്ഞ കളറിലിങ്ങനെ നല്ല സോഫ്റ്റാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പഴത്തിന്. എനിക്ക് വലിയ ഇഷ്ടമില്ല, പക്ഷെ ഒരു മണമുണ്ട് അതിന്, കാരണം എനിക്ക് വലിയ ഇഷ്ടമില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ മഴ പെയ്ത കാരണം ഇങ്ങനെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ട്, വണ്ടിയൊക്കെ പോയിട്ട് അതിങ്ങനെ ചതഞ്ഞ് കിടക്കുന്നുണ്ട്. അപ്പോൾ അതേ അച്ഛനും മോളും ഇങ്ങനെ മുന്നിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചങ്ങോട്ട് പോകണം കടയിലേക്ക്, ഇത്തിരി അങ്ങോട്ട് ദൂരം ഉണ്ട് കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അച്ഛനെ നടത്തിയിട്ട് റോട്ടിൽ കൂടെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കാൻ, പുറത്തോട്ട് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് അവൾ നടക്കുകയാണ്, ഇടയ്ക്ക് ഇങ്ങനെ ഓടുന്നുണ്ട് കേട്ടോ. അച്ഛനോട് ഓരോന്ന് പറയുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ അവളിങ്ങനെ ഓടി നടക്കണമുണ്ട്. അധികം വണ്ടികളൊന്നും ഇല്ലാത്ത ഏരിയ കാരണം വലിയ കുഴപ്പമില്ല, വണ്ടികളൊന്നുമില്ല. പിന്നെ ഈ മഴയായ കാരണം വണ്ടികളൊക്കെ പൊതുവെ കുറവാണ് റോട്ടിൽ കൂടെ കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ എടുക്കുന്നുണ്ട്, കുറച്ച് ദൂരം ഇങ്ങനെ നടത്തിക്കൊണ്ട്. ഇവിടെ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇങ്ങനെ റോഡ് സൈഡ് തന്നെയാണ്, പക്ഷെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. റോഡിലൊക്കെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ അച്ചു ഇങ്ങനെ നല്ല രസത്തിൽ നടക്കാണ് കേട്ടോ. അച്ചുവിന് പുറത്ത് പോകാന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം, നടക്കാനും ഇതിനും ഒക്കെ. അങ്ങനെ ഞങ്ങൾ അധികം ഇങ്ങനെ നടത്തിയൊന്നും കൊണ്ടുപോകാറില്ല കേട്ടോ അവളെ. ഇപ്പോഴാണ് കുറച്ചൊക്കെ ഇങ്ങനെ നടത്തി തുടങ്ങിയത്. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നടക്കാൻ വേണ്ടിയിട്ട്. അതേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്തു കേട്ടോ അവളെ. ഞങ്ങൾ പോണ വഴിക്ക് ഒരു തോടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ തോട് കണ്ടപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു എന്തുട്ട് അച്ചു അതെന്ന് വെച്ചപ്പോൾ അച്ചു പറയാം മീമി. ഇത്ര വെള്ളം കണ്ടപ്പോൾ അവൾക്ക് മീമിയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ നാൾ കടൽ കാണാൻ കൊണ്ടുപോയപ്പോഴും അതെ, കടൽ കണ്ടപ്പോഴും അത് എന്തുട്ട് അച്ചു അതെന്ന് വെച്ചപ്പോൾ അപ്പോൾ പറയും മീനാണ്. വെള്ളത്തിൽ മീനുണ്ടെന്ന് അറിയാൻ തോന്നുന്നുണ്ട് ആൾക്ക്, നമുക്കറിയില്ല കേട്ടോ എങ്ങനെയാണ്, നമ്മളങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമില്ല. പക്ഷെ അവൾ അങ്ങനെ വെള്ളം ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ പറയും മീനാണ്. അപ്പം അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് പിന്നെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ചും കൂടി അങ്ങോട്ട് നടക്കാനുണ്ട്. ഓരോ കഥയൊക്കെ പറഞ്ഞ് ഞാൻ വെച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോ ചെടിയും ഇതൊക്കെ കാണിച്ചു കൊടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക, റോഡ് സൈഡിൽ ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചേട്ടൻ്റെ കയ്യിൽ കൊടുത്തു, എനിക്ക് കൈ കഴിച്ചോളം എടുത്ത് നടന്നിട്ട്. അപ്പോൾ പിന്നെ ചേട്ടൻ എടുത്തുവിട്ട അവളെ. ഇനിയിപ്പോൾ നമ്മളെ കടയിലേക്ക് ഏകദേശം എത്താറായി തുടങ്ങിയിട്ടുണ്ട്. ഈ റോഡ് അവിടെ മുട്ടിയിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വീണ്ടും നമുക്ക് കുറച്ച് ദൂരം അങ്ങോട്ട് പോകാനുണ്ട് കേട്ടോ. അധികമൊന്നുമില്ല, എന്തായാലും കട എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാഴ്ചകളൊക്കെ കണ്ടിട്ട്. അപ്പോൾ മഴ പെയ്തതിൻ്റെ ഇതൊക്കെ കാണാണ്ട് റോഡ് സൈഡിൽ 2 സൈഡിലായിട്ട് ഇങ്ങനെ ഇലകളും ഇതൊക്കെ ഇങ്ങനെ വീണെടുക്കുന്നുണ്ട് നന്നായിട്ട്. അപ്പോൾ അച്ഛനും മോളും ഇങ്ങനെ വർത്താനം പറഞ്ഞു ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ റോഡിൽ അത്യാവശ്യത്തിന് മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങളിത് വേറെ റോട്ടിലേക്ക് കയറിയിട്ട് അപ്പോൾ അവിടെ ഒരു അംഗനവാടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ വഴി കൂടെ ഇടയ്ക്ക് അങ്ങനെ പോകാറുണ്ട്. ഞങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ഇങ്ങനെ പാടം പോലൊരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചു. ചേട്ടൻ പറഞ്ഞു ഇനിയിപ്പോൾ മഴക്കാലം ഇതൊക്കെയല്ല, ഇനിയിപ്പോൾ കൊതുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ പോയില്ല ഞങ്ങൾ. പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു വെളിച്ചെണ്ണ മില്ലുണ്ട്, ഇവിടെ നിന്നാണ് ഞങ്ങൾ വെളിച്ചെണ്ണയൊക്കെ മേടിക്കാറ് കേട്ടോ. വെളിച്ചെണ്ണ ആട്ടണ മില്ലാണ്. അപ്പം ഞങ്ങളിത് ഏകദേശം കടയിലേക്ക് എത്താറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ അടുത്ത് തന്നെ ഇപ്പുറത്തെ സൈഡിലൊരു സ്കൂളും കൂടി ഉണ്ട് കേട്ടോ. 4 വരെ അങ്ങോട്ടുള്ളതുകൊണ്ട് സ്കൂളും ചെറിയൊരു സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ മുറ്റത്തൊക്കെ നിറച്ചിങ്ങനെ വെള്ളം കളം കെട്ടി എടുക്കുന്നുണ്ട് മഴ പെയ്തിട്ട്. അപ്പോൾ നല്ല രസമാണ് കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പച്ചപ്പ് ഇങ്ങനെ ആയിട്ട് കിടക്കുന്ന കാണാൻ വേണ്ടിയിട്ടൊരു രസം തന്നെയാണ്. അപ്പോൾ അതാണ് കട കേട്ടോ. നമ്മളത് കടയിൽ അവിടെ എത്തി. വിവിധം എല്ലാ സാധനങ്ങളും ഈ കടയിലുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ബേക്കറി ഐറ്റംസ് ആയാലും പലചരക്കായാലും പച്ചക്കറി ആയാലും എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് കേട്ടോ.
അപ്പോൾ ഞങ്ങൾ മിക്കതും ഇവിടെ നിന്നാണ് മേടിക്കാറ്. മിക്കപ്പോഴും സൺഡേ ആണ് കേട്ടോ ഞങ്ങൾ കൂടുതലും ഈ ഭാഗത്തേക്ക് വരാം. കാരണം ചേട്ടന് സൺഡേ ആണല്ലോ ഒഴിവ്. അപ്പോൾ ഞങ്ങൾ മിക്കപ്പോഴും സൺഡേസിലാണ് വരാറ്. നല്ല കൊതുണ്ട് കേട്ടോ ഈ പരിസരത്ത്. നിറച്ചിങ്ങനെ പുല്ലും ഒക്കെ അല്ലേ, അപ്പോൾ നന്നായി കൊതുണ്ട്. പ്രത്യേകിച്ച് പിന്നെ മഴ പെയ്ത കാരണം പിന്നെ പറയണ്ട, നന്നായി കൊതുണ്ട് ശല്യമുണ്ട്. അപ്പോൾ അതേ ചേട്ടൻ സാധനങ്ങളൊക്കെ മേടിക്കാൻ നിൽക്കുകയാണ്. സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേഗം തന്നെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളിത് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സമയം ഏകദേശം ഒരു 6 മണി 6:15 ആയിട്ടുണ്ടാവും. അപ്പോൾ വേഗം തന്നെ വീടെത്താനുള്ള പരിപാടിയാണ്. മഴയെങ്ങാനും വന്നാൽ പെട്ടുപോകും. കുടയുണ്ട്, പക്ഷെ അച്ചുള്ള കാരണം പേടിയാണ്. മഴക്കാലമല്ലേ, അല്ല പനി ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എളുപ്പമല്ലല്ലോ പിള്ളേർക്ക്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ.